കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം റോമാലേഖനത്തിന്റെ വിവിധ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു തുടങ്ങിയത്. ഈ 6-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായം. കഴിഞ്ഞ 5 അധ്യായങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില സത്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് അടിസ്ഥാനപരമായിട്ട് ഉപദേശപരമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നത്. എന്നാൽ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ വിശ്വാസിയുടെ പ്രായോഗിക ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കേണ്ടുന്ന, അവൻ അറിഞ്ഞിരിക്കേണ്ടുന്ന, അവൻ പരിഗണിക്കേണ്ടുന്ന വിവിധ വിഷയങ്ങളെ സൂചിപ്പിക്കുകയാണ്. പ്രബോധനം എന്നുള്ള നിലയിൽ 6-ാം അധ്യായം മുതലാണ് ശരിക്കും റോമാലേഖനത്തില് വിവിധ വിഷയങ്ങൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിൽ 6-ാം അധ്യായം മുതൽ പ്രായോഗികമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ചില കാര്യങ്ങളാണ് പഠിക്കുന്നത്. 6-ാം അധ്യായം പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുള്ള ഒരു അധ്യായമാണ്. വിശുദ്ധീകരണം എന്നുള്ള വിഷയം ആരംഭിക്കുമ്പോൾ തന്നെ വിശുദ്ധീകരണത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള ചില ധാരണകളുണ്ട്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും വിശുദ്ധന്മാരല്ലേ? പിന്നെയും വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത എന്താണ്? മാത്രമല്ല, വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യനെത്തുവാൻ സാധിക്കുമോ? പാപരഹിത വിശുദ്ധീകരണത്തിൽ വിശ്വാസികൾക്ക് എത്താൻ സാധിക്കുമോ എന്നിത്യാദി അനേക സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിന് പ്രാധാന്യമൊന്നുമില്ല. യേശു കർത്താവിലുള്ള വിശ്വാസത്താൽ എല്ലാവരെയും വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. അത് കൃപയാലുള്ള വിശ്വാസം മൂലമുള്ള രക്ഷയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും വിശുദ്ധീകരണം പൂർണ്ണമായിട്ടുള്ള അളവിൽ ലഭ്യമാകുമെന്നുള്ള വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ സങ്കുചിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടെയുള്ള ഒരു സമീപനം. എന്നാൽ വേദപുസ്തകം വിശുദ്ധീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടത് ശരിയാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മെ പൂർണ്ണമായിട്ട് അവൻ കൈക്കൊണ്ടിരിക്കുന്നു. ദൈവം മുമ്പാകെയുള്ള സ്റ്റാൻഡിങ്ങിനകത്ത് ഒരു കുറവും ഒരു വ്യത്യാസവും ഒരു വ്യക്തിക്കും ദൈവം വച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. എന്നാൽ പ്രായോഗിക വിശുദ്ധീകരണത്തിൽ മുന്നേറണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹവും അങ്ങനെയുള്ള വിശുദ്ധീകരണത്തിന് ദൈവം പ്രതിഫലം നൽകുന്നതും ആണ്. അത് ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ടുള്ള ആഹ്വാനം എല്ലാ വിശ്വാസികൾക്കും നൽകി. ഇത്തരണത്തിൽ ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഇത് മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ട് നമുക്ക് പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം എടുത്താൽ മതിയാവും. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവർ 2 പ്രാവശ്യം ജലത്തെ തരണം ചെയ്തതായിട്ട് നമുക്കറിയാം. ഒന്ന് ചെങ്കടലിലൂടെയും മറ്റൊന്ന് യോർദാൻ നദി. ചെങ്കടലിലൂടെയുള്ള ഇസ്രായേൽ മക്കളുടെ കടന്നുപോക്ക് എന്ന് പറയുന്നത് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണ്. മാത്രമല്ല, ആ ചെങ്കടലിന്റെ മധ്യത്തിൽ ഒരു വലിയ മരണം നടക്കുന്നുണ്ട്. ആ മരണം എന്ന് പറയുന്നത് ഫറവോനും സൈന്യവും അവരെ ഇത്രയും കാലം കീഴടക്കിയിരുന്ന, ഇത്രയും കാലം ബന്ധനത്തിൽ വച്ചിരുന്ന, ഇത്രയും കാലം നിയന്ത്രിച്ചിരുന്ന, ഇത്രയും കാലം പ്രതികൂലമായിരുന്ന ഒരു സൈന്യത്തെ അവിടെ ചെങ്കടലിൽ തള്ളിയിട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് വസ്തുതാപരമാണ്. ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ അവരിൽ സംഭവിച്ച ഏറ്റവും അതിശയകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ സകലവിധമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും അവൻ വിടുവിക്കപ്പെടുന്നു. അത് പൂർണ്ണമായിട്ടുള്ള അളവിലുള്ള വിടുതൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചു. ആ മരണം ഇസ്രായേൽ മക്കളുടെ മിടുക്കൊണ്ട് സംഭവിച്ചതല്ല. ആ മരണം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെ എന്നേക്കും. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിലൂടെ എല്ലാ വിശ്വാസികൾക്കും ലഭ്യമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു പദവിയാണ് ഒരു മരണത്തിലൂടെ അവിടെ വെളിവാക്കുന്നത്. അത് പാപം സംബന്ധമായിട്ടുള്ള ഒരു മരണമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തില് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മരിച്ചു. ആ മരണം എന്ന് പറയുന്നത് ശാരീരിക മരണമല്ല. ആ മരണം എന്ന് പറയുന്നത് ആത്മീക മരണവുമല്ല. പിന്നെയോ ആ മരണം
നിങ്ങൾ മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിന്റെ ക്രൂശിലെ മരണത്താൽ പാപത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ പിശാചിനോടുള്ള ബന്ധത്തിൽ, അടിമത്തത്തോടുള്ള ബന്ധത്തിൽ ഉള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം എല്ലാ വിശ്വാസികൾക്കും ഒരേ അളവിൽ ലഭ്യമാക്കിയിരിക്കും. ഇത് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. ഇത് ഒരു വിശ്വാസിയിൽ സംഭവിച്ച ആന്തരികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വിശ്വാസികൾ തമ്മിലില്ല. എന്നാൽ രണ്ടാമത് നമ്മൾ യോർദാൻ കടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോർദാൻ കടക്കുമ്പോൾ അവിടെ വടി നീട്ടിയല്ല കടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. യോർദാനെ വിഭജിക്കുമ്പോൾ പുരോഹിതന്മാർ നിയമപ്പെട്ടകവുമായിട്ട് യോർദാനിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് വിഭജിക്കുന്നത്. അങ്ങനെ വിഭജിക്കപ്പെട്ടിട്ട് അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ 40 വർഷങ്ങൾ മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. എന്നാൽ ആത്മീയമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അവർ ആ നിലയിൽ യോർദാൻ കടന്ന് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ യോർദാൻ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് അവിടെയും ഒരു മരണം കാണുവാൻ സാധിക്കും. ആ മരണം എന്ന് പറയുന്നത് അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവിടെ ജയൻസ് ഉണ്ട്, അവിടെ അനേക പോരാട്ടങ്ങൾ അവർക്കുണ്ട്. എന്നാൽ അനേക നഗരങ്ങൾ അവർക്ക് പിടിച്ചെടുക്കുവാനായിട്ടുണ്ട്. വിശ്വാസിയുടെ വിശുദ്ധീകരണത്തിന്റെ മുന്നോട്ടുള്ള പാതയിൽ പിടിച്ചടക്കുവാനായിട്ട് അനേക അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ ഇസ്രായേൽ മക്കൾ കൈമുതലാക്കുന്നത് അല്ലെങ്കിൽ കൈവശമാക്കുന്നത് അതിന്റെ മധ്യത്തിൽ പോരാട്ടത്തിലൂടെയാണ്. അവിടെ ഈ മല്ലന്മാരെ ഒക്കെ കൊല്ലുവാനായിട്ട് നമുക്കറിയാം, യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ സൈന്യത്തോടുകൂടെ ചെന്ന് അവിടെ മല്ലന്മാരെ കീഴടക്കുകയാണ്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടത് ദൈവമാണെങ്കിൽ, എന്നാൽ കനാൻ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഉന്നതമായിട്ടുള്ള ജീവിത നിലവാരത്തോടുള്ള ബന്ധത്തിൽ അവർ അതിജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൽപ്പനയുണ്ട്, അത് നിർദ്ദേശമുണ്ട്. അത് എന്ന് പറയുന്നത് അവരെ ജയിക്കണം എന്ന് തന്നെയാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ വിജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ചിത്രമായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. 2 മരണങ്ങൾ ഈ അർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, സ്ഥാനീയമായിട്ട് രക്ഷയോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് മുഖാന്തരം അവനിൽ വിശ്വസിക്കുന്ന ഏത് വിശ്വാസിക്കും ലഭ്യമാകുന്ന ഒരു അവകാശമാണ് മിസ്രൈമിൽ നിന്നുള്ള വിടുതലും പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള വിടുതലും അതുപോലെ നീതീകരണവും ഒക്കെ. എന്നാൽ അവരുടെ അനുക്രമമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ അവർ അനേക വിജയങ്ങൾ കൈയടക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. മറ്റൊരു കാര്യം പ്രാരംഭമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പറയുന്നത്, പഴയ മനുഷ്യനെ കുറിച്ചൊരു ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പഴയ മനുഷ്യൻ മരിച്ചു. നാം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇനി പാപത്തിന് അടിമപ്പെടാതോണം പാപത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പലപ്പോഴും ഈ പഴയ മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത ഒരു വേഗമായിട്ട്, അല്ലെങ്കിൽ ഒരു പുകമറ പോലെയോ, അല്ലെങ്കിൽ ഒരു വെറും തത്വജ്ഞാനത്തിന്റെ തലത്തിലോ ഒക്കെ നാം കാണാം. അതുപോലെ തന്നെ ജഡത്തെക്കുറിച്ച് നമുക്ക് ബൈബിൾ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് മനുഷ്യനിലെ ആന്തരിക സത്തകളെ കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പഴയ മനുഷ്യൻ എന്താണ്, ജഡം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് ഒരു ഉദാഹരണം പ്രാരംഭമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ആവശ്യമാണ്. ഇവിടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ അവനോട് മരിച്ചു അല്ലെ. 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നാം അറിയേണ്ട ഒരു കാര്യം, ജഡത്തിന്റെ പ്രലോഭനങ്ങൾ ഇപ്പോഴും വിശ്വാസികൾക്ക് ഉണ്ടാകാറുണ്ട്. ജഡത്തിന് നീക്കം വന്നിട്ടില്ല. എന്നാൽ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. ആ നിലയിൽ പഴയ മനുഷ്യൻ എന്നുള്ളൊരു പ്രയോഗം കാണുവാൻ സാധിക്കും. എന്നാൽ ജഡം ഇന്നും മനുഷ്യനിൽ വസിക്കുന്നു. ഇതിനെക്കുറിച്ചൊരു ലളിതമായിട്ടുള്ള ഒരു വിശദീകരണം അതിനെ പറ്റി നൽകി. ജഡത്തെക്കുറിച്ച് നാം ഇങ്ങനെ ചിന്തിക്കുക, എപ്പോഴും നമ്മെ കീഴടക്കുവാനായിട്ട് നമുക്കെതിരെ നിൽക്കുന്ന ഒരു കൊള്ളസംഘത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജഡവും അതിന്റെ രാഗമോഹങ്ങളും എന്ന്. ഇതൊരു കൊള്ളസംഘമാണ്. ഈ കൊള്ളസംഘം ജഡത്തിന്റെ പ്രേരണ മനുഷ്യന് നൽകിയിട്ട്
അതിൻ്റെ മോഹങ്ങളും ഒക്കെ കൂടിച്ചേർന്ന് നമ്മെ ആക്രമിക്കുവാനായിട്ട് വരികയാണ്. അങ്ങനെ ആക്രമിക്കുവാൻ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് അതിനകത്ത് എന്ത് സംഭവിക്കും? വീഴ്ച സംഭവിക്കും. എന്താണ് ഈ ആക്രമണം, ജഡത്തിന്റെ ആക്രമണം ഇങ്ങനെ വ്യക്തിയിൽ, വിശ്വാസിയിലൊക്കെ സംഭവിക്കും? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ജഡം എപ്പോഴും വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ വാതിലുകളെ നിയന്ത്രിക്കുന്ന ഒരു ദാസനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ദാസൻ. ആ ദാസൻ വളരെ അവിശ്വസ്തനാണ്. ആ ദാസൻ ആ യജമാനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് യാതൊരു കൂറും കാണിക്കുന്നില്ല. വളരെ അവിശ്വസ്തനായിട്ടൊരു ദാസൻ. ആ ദാസൻ ജീവിതത്തിന്റെ വാതിൽ കാവൽക്കാരനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോ ഇതാണ് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ പഴയ മനുഷ്യൻ ഈ ജഡവും ഈ കൊള്ളസംഘവും ഒക്കെ ആക്രമിക്കാനായിട്ട് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവൻ അവിശ്വസ്തനായതുകൊണ്ട്, ഇവന്റെ ഇഷ്ടം കൊള്ള നടത്തുക എന്നുള്ളതായതുകൊണ്ട് അവൻ അവിടെ നിന്ന് എങ്ങനെയും ഒരു ചൂളം വിളിയോ അല്ലെങ്കിൽ ഒരു ബഹളമോ അല്ലെങ്കിൽ അവന്റെ വെട്ടം കണ്ടാൽ ഉടൻ ഈ അവിശ്വസ്തനായ ഈ പഴയ മനുഷ്യൻ എന്ത് ചെയ്യും? വാതിൽ തുറന്നു കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നത്, അവിശ്വാസിയുടെ ജീവിതത്തിൽ പഴയ മനുഷ്യൻ പാപത്തിന്റെ പ്രേരണകൾക്ക് വശീകരണമുള്ളവനാണ്. അവൻ എപ്പോഴും ജഡത്തെ അനുവദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എപ്പോഴൊക്കെ ഈ കൊള്ളസംഘം വരുന്നോ അപ്പോഴൊക്കെ ഈ പഴയ മനുഷ്യൻ വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മനുഷ്യനെ ആക്രമിച്ച് കൊള്ളയിട്ട് പരാജയപ്പെടുത്തി ജഡത്തിൽ വീഴ്ച സംഭവിച്ച് പാപം സംഭവിച്ചത്. അപ്പൊ എപ്പോഴൊക്കെ ജഡം ഉയർന്നു വരുന്നോ അല്ലെങ്കിൽ അതിന്റെ രാഗമോഹങ്ങൾ ഉയർന്നു വരുന്നോ അപ്പോഴൊക്കെ ഈ പഴയ മനുഷ്യന്റെ പ്രകൃതി വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അവൻ വന്ന് പരാജയപ്പെടുത്തുന്നത്. എന്നാൽ ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ ഈ പഴയ മനുഷ്യനെ എന്ത് ചെയ്തു? ഈ പഴയ മനുഷ്യൻ, ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ഈ അവിശ്വസ്തനായ ദാസനെ എന്ത് ചെയ്തു? ദൈവം നീക്കം ചെയ്തു. പകരം എന്ത് ചെയ്തു? ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു ദാസനെ ഏൽപ്പിച്ചു. അതാണ് പുതിയ മനുഷ്യൻ. ദൈവാനുരൂപമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ പ്രകൃതി അവന് നൽകിയിട്ടുണ്ട്. അപ്പൊ പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവന്റെ സ്ഥാനത്ത് നിന്ന് അവനെ നീക്കിക്കളഞ്ഞു. പുതിയ മനുഷ്യൻ ചാർജ് ഏറ്റെടുത്തു. അവൻ വളരെ വിശ്വസ്തനാണ്. ഓക്കെ, അപ്പോ യജമാന്റെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ താല്പര്യം അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പുതിയ മനുഷ്യൻ എപ്പോഴും തയ്യാറാണ്. അപ്പോ ഈ നിലയിൽ ഈ കൊള്ളസംഘം അല്ലെങ്കിൽ ജഡം അതിന്റെ പ്രേരണകൾ വരുമ്പോൾ ഉടൻ തന്നെ ഈ പുതിയ മനുഷ്യൻ ചെന്ന് വാതിലടയ്ക്കും, നന്നായിട്ട് അടയ്ക്കും. അവന് ഇഷ്ടമല്ല പാപം ചെയ്യുന്നത്. പുതിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വാതിലടയ്ക്കും. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ പുതിയ മനുഷ്യന് വലിയ കഴിവോ അല്ലെങ്കിൽ വലിയ സന്നാഹങ്ങളോ ഒന്നും നാം കൊടുത്തിട്ടില്ല. അവനെ പട്ടിണിക്ക് ഇട്ടിരിക്കുക. അവൻ വളരെ ബലഹീനനാണ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എത്ര വാതിലടച്ചാലും ഈ ജഡത്തിന്റെ പ്രലോഭനങ്ങൾ വളരെ ഊർജ്ജസ്വലമാകൊണ്ട് പലപ്പോഴും ഈ പുതിയ മനുഷ്യന്റെ വാതിൽ കാവലിനെ അതിജീവിച്ച് വിശ്വാസി പാപം ചെയ്യും. എന്താണ് ഇതിനൊരു പരിഹാരമാർഗം? ഈ ഒരു സ്ട്രഗിൾ എല്ലാ വ്യക്തികളും അനുഭവിക്കുക. പരിഹാരമാർഗം എന്ന് പറയുന്നത്, ഈ പുതിയ കാവൽക്കാരനെ ദൈവം നിയമിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ ഉള്ളിലും ഈ പുതിയ പ്രകൃതിയുണ്ട്. ഈ പുതിയ പ്രകൃതിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുതിയ മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഒരു വിശ്വാസിയിൽ എത്രത്തോളം ശക്തിമത്തായിട്ട് തീരുമോ അത്രത്തോളം ഈ കൊള്ളസംഘം, ജഡവും പ്രേരണകളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ശരിക്കും ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നടക്കുന്ന ബാറ്റിൽ എന്ന് പറയുന്നത്. ഇനി ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രണ്ട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ, ഒന്ന് എന്ന് പറയുന്നത് വിശ്വാസിയുടെ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സാധ്യതയുണ്ട്. പഴയ നിയമത്തിലെ ഉദാഹരണം ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് പ്രകൃതങ്ങളെ കുറിച്ചുള്ളതാണ് പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തമ്മിലുള്ള പോരാട്ടവും പരാജയവും ഒക്കെ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ പാപം വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. പലപ്പോഴും പാപം വിജയിക്കുകയും അല്ലെങ്കിൽ പാപത്തിൽ വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശരിക്കുമുള്ള ചിത്രം എന്ന് പറയുന്നത്, ജഡവും അതിന്റെ രാഗമോഹങ്ങളും ഒക്കെ പ്രലോഭനങ്ങൾ നൽകുമ്പോൾ
അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ പുതിയ മനുഷ്യൻ ശക്തിമത്തായിട്ട് തീരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ശരിക്കുമുള്ള അർത്ഥത്തിൽ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ അവനെ ചാർജിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്, ഒഴിവാക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയാം. നാം മുന്നോട്ട് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പ്രകൃതങ്ങൾ തമ്മിലുള്ള ഫൈറ്റിനെ അല്ലെങ്കിൽ പ്രമാണങ്ങൾ തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വിഷയത്തിലേക്ക് കടന്നു വരാം. 6-ാം അധ്യായം 2 മുതൽ അതിൻ്റെ 7 വരെ ഉള്ള വാക്യങ്ങളിൽ നാം ചിന്തിച്ചത് രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന 7 പ്രധാനപ്പെട്ട വ്യതിയാനങ്ങളാണ്, വ്യത്യാസങ്ങളാണ്, എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ചിന്തിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഏതൊരു വ്യക്തിയിലും ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് നാം തിരിച്ചറിയുക. ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ അവനിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ച് കഴിഞ്ഞു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനമാണ്. സാധാരണ നിലയിലെ രക്ഷയെക്കുറിച്ച് പലരും ഇങ്ങനെ ചിന്തിക്കുന്നത് ക്രമേണ രക്ഷിക്കപ്പെടുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ്. ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയി വചനം കേട്ടു, അങ്ങനെ കേട്ടപ്പോൾ അങ്ങനെ ഞാൻ പള്ളിയിൽ ചേർന്നു, അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, അങ്ങനെ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു, സൺഡേ ക്ലാസ് പഠിച്ചു, അങ്ങനെ ക്രമമായിട്ട് ഇങ്ങനെ ആ കൂട്ടത്തിൽ പോകും. ഇതല്ല ഒരു രക്ഷിക്കപ്പെടൽ അല്ലെങ്കിൽ കൃപയാലുള്ള രക്ഷ എന്ന് പറയുന്നത് ഇതല്ല. നാം തിരിച്ചറിയേണ്ടത് ഇറ്റ്സ് എ ക്രൈസിസ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക മൊമെന്റിൽ സംഭവിക്കുന്ന ഒരു വ്യതിയാനമാണ് ഏത് ഈ രക്ഷ എന്ന് പറയുന്നത്. പാപത്തിൽ ജനിച്ച് ആദാമിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിലാകുന്ന ഒരു പ്രത്യേക ഒരു ക്രൈസിസ് ഉണ്ട്, ഒരു സംഭവമുണ്ട്. അതൊരു നിമിഷാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ആ സമയത്താണ് വീണ്ടും ജനനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. ആ സമയത്താണ് അവൻ ക്രിസ്തുവിൽ ആയിത്തീരുന്നത്. ആ സമയത്താണ് അവനിൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസം ഉണ്ടാകുന്നത്. ആ സമയത്താണ് പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇടപെടുന്നത്. മാത്രമല്ല ദൈവത്തിന്റെ വകയായിട്ട് തീരുന്നത് ആ നിമിഷത്തിലാണ്. ആ ഒരു സംഭവമാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ രക്ഷയുള്ള ബന്ധത്തിൽ നാം പരിഗണിക്കേണ്ടത്. രക്ഷ എന്ന് പറയുന്നത് അതൊരു പ്രോസസ് അല്ല, ഒരു പ്രക്രിയയല്ല. രക്ഷ എന്ന് പറയുന്നത് അതൊരു ക്രൈസിസ് ആണ്. അതൊരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അത് ഇങ്ങനെ ക്രമേണ പുരോഗമനാത്മകമായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന മറിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ അല്ലെങ്കിൽ അരക്ഷണത്തിൽ എന്ന് നമ്മുടെ ചെറിയാൻ സാറ് പാടുക തോന്നും. അത് ഒരു പ്രത്യേക നിമിഷാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഒരുപക്ഷെ അതിനെ വലിയ ആഘോഷമായിട്ടോ അല്ലെങ്കിൽ അതിന് വലിയ ഒരു സംഭവമായിട്ടോ നമുക്ക് പുറമെ കാണുവാനായിട്ട് സാധ്യമല്ല. പക്ഷേ ഇത് ഒരു വ്യക്തിയിൽ നടക്കുന്ന ഒരു വീണ്ടും ജനനാനുഭവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ധാരാളമായിട്ടുള്ള ദൈവത്തിന്റെ കൃപയുടെ ധാരാളമായിട്ടുള്ള വ്യാപാരത്താൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിലാണ്. നാം 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഒരു ആധ്യാത്മിക പശ്ചാത്തലമോ അല്ലെങ്കിൽ ദൈവോന്മുഖമായിട്ട് ദൈവശാസ്ത്രപരമായിട്ടുള്ള പരിജ്ഞാനത്തിന്റെയോ അല്ലെങ്കിൽ വചനത്തിന്റെ വിശദമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലോ സംഭവിക്കുന്ന ഒരു മാറ്റമല്ല ഇത്. വിശ്വാസത്താൽ ആ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആ വിളിയോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിമിഷാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് രക്ഷ എന്ന് പറയും. അപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന 7 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് അല്പം കൂടെ വിശദമായിട്ട് ഇതിന്റെ ഒരു പാരലൽ ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കൊലോസ്യ ലേഖനത്തിൽ തലയായ അവനിൽ അല്ലെങ്കിൽ യേശു കർത്താവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ് എന്ന് പറഞ്ഞാൽ
ഒരു വ്യക്തി ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിൽ പരിപൂർണനാണ്. എന്തുകൊണ്ട് അവൻ പരിപൂർണരായിരിക്കുന്നു? മറ്റൊന്നുമല്ല, പിന്നെയോ അവൻ ക്രിസ്തുവിലായതുകൊണ്ടാണ്. സകലത്തിനും തലയായിട്ടുള്ള ആ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പിന്നെ അവന് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന അവിടെ ലഭിക്കുന്നു. പിന്നെ സ്നാനത്താൽ മരണ പുനരുത്ഥാനത്തിൽ അവൻ പങ്കാളിയായിട്ട് തീരുന്നു. മാത്രമല്ല അവനിൽ ജീവൻ ലഭിക്കുന്നു, അവനെ ജീവിപ്പിച്ചു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വിരോധമായിട്ടുള്ള കയ്യെഴുത്ത്, പ്രതികൂലമായിട്ടുള്ള കയ്യെഴുത്ത് അവൻ മായ്ച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല വാഴ്ചകളെയും അധികാരങ്ങളെയും ഒക്കെ അവൻ തകർത്ത് ക്രൂശിന്മേൽ ജയഘോഷം കൊണ്ടാടി എന്ന് അവിടെ വായിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്ന സമയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഈ 6 വാക്യത്തിൽ, കൊലോസ്യലേഖന 2-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് പിന്നീട് വായിച്ചു. അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു വിശ്വാസി പങ്കാളിയാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി പരിപൂർണതയുള്ളവനാണ്, അവന് യാതൊരു കുറവും ഇല്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയും. ഈ റോമാലേഖനം 6-ാം അധ്യായത്തിൽ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്താണ്. ഞാൻ വേഗത്തിൽ അതൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായതുകൊണ്ട് എന്താ? അവൻ പാപസംബന്ധമായിട്ട് മരിച്ചവനാണ്. 2-ാമത്തെ വാക്കിൽ പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ ഒന്നാമതായിട്ട് ഒരു വ്യക്തിയിൽ രക്ഷിക്കപ്പെടുന്നത് കൊണ്ട്, അവൻ വിശ്വാസി ആയതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് യു ഡൈ ടു ദി റെയിൻ ഓഫ് സിൻ. പാപത്തിന്റെ വാഴ്ചയോടുള്ള ബന്ധത്തിൽ അവൻ മരണപ്പെട്ടു. 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, പാപം മരണം മുഖാന്തരം വാണു എന്ന് വായിക്കുന്നു. ആദാമിൽ മരണം സകല മനുഷ്യരിലും പരന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ അവർ പാപികളായി അവർ മരണത്തിന് അധീനരായിട്ട് തീർന്നു എന്നുള്ള കാര്യം നാം 5-ാം അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പാപത്തിന്റെ വാഴ്ചയിലുള്ള ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടുകയാണ്, എന്നേക്കുമായിട്ട് വിടുവിക്കപ്പെടുകയാണ്. 5-ന്റെ 21 ഇതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ഇനി കർത്തൃത്വം നടത്തുകയില്ലല്ലോ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ പാപം കർത്തൃത്വം നടത്തുകയില്ല. എന്തുകൊണ്ടാ? അവൻ പാപത്തിന്റെ അധികാരത്തോടുള്ള ബന്ധത്തിൽ അവൻ മരിച്ചിരിക്കുന്നു. അങ്ങനെ പാപസംബന്ധമായിട്ട് മരിച്ചവരായ നാം, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഡൊമിനിയൻ ഓഫ് സിൻ, പാപത്തിന്റെ മേൽക്കോയ്മയിൽ നിന്ന് അവന് വിടുതൽ ലഭിക്കുകയാണ്. കൺട്രോൾ ഓഫ് സിൻ ഓവർ ബിലീവർ, അതായത് ഒരു വ്യക്തിയുടെ മേൽ പാപത്തിനുള്ള ഒരു നിയന്ത്രണമുണ്ടല്ലോ, ആ നിയന്ത്രണത്തിൽ നിന്ന്, ആ പാപത്തിന്റെ സത്തയിൽ നിന്ന് അവൻ വിടുതൽ ഉള്ളവനായിട്ട് തീർന്നിരിക്കുക. അപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ഒരു പാപത്തിന്റെ സത്തയിൽ നിന്ന്, ആ ഡൊമിനിയനിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് സംശയമുണ്ട് എങ്കിൽ, പാപത്തിന്റെ വാഴ്ചയിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചില്ല എന്ന് സംശയമുണ്ട് എങ്കിൽ, നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, നാം പരിശോധിക്കേണ്ട ഒരു വസ്തുത, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാനൊരു ബോൺ അഗെയിൻ ആണ്. കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പാപത്തിന്റെ മേൽക്കോയ്മയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിന് കർത്തൃത്വം നടത്തുകയില്ല എന്നാ പറഞ്ഞിരിക്കും. പാപം ഉണ്ടാകാം, പക്ഷെ അതല്ല പറയുന്നത്. പാപമാണ് നിയന്ത്രിക്കുന്നത്. അവൻ പാപത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പാപത്തിന്റെ മേൽ അവന് യാതൊരു വോയിസും ഇല്ലാതായിട്ട് അവൻ തീരുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു റാഡിക്കൽ ചേഞ്ച് രക്ഷ മുഖാന്തരം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മേൽക്കോയ്മയിൽ നിന്നുള്ള വിടുതൽ അവൻ ലഭിക്കും. രണ്ടാമത്തെ കാര്യം, വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിനോട് ചേർന്നവരാണ്. ഈ ബാപ്റ്റൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായിട്ട് ചർച്ച ചെയ്തതാണ്. ക്രിസ്തുവിനോട് നാം ചേർന്നിരിക്കുകയാണ്, ക്രിസ്തുവിൽ നാം മുക്കപ്പെട്ടിരിക്കുകയാണ്, നാം മുഴുകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലായിരിക്കുകയാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ ക്രിസ്തുവിൽ നാം ആയിരിക്കുകയാണ്. ഇത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവിടെ നാം വായിക്കുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഈ ഒരു ജനനം ആണ് അവന്റെ പുനർജനനം, അല്ലെങ്കിൽ അവന്റെ അവന്റെ റീജനറേഷനകത്ത് സംഭവിക്കുന്നു. ഇത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് ആത്മാവിനാലുള്ള ഒരു ജനനമാണ്. ഓക്കെ,
ആത്മാവിനാലുള്ള ഒരു ജനനമാണ്. ആ ജനനത്താൽ അവൻ ക്രിസ്തുവിൻ്റെതായിട്ട് തീരുകയാണ്. അവൻ വീണ്ടും ജനിക്കപ്പെടുകയാണ്. ഇതേ കാര്യം തന്നെ തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മുടെ മേൽ പകർന്ന ധാരാളമായിട്ടുള്ള കൃപയാൽ മാത്രമല്ല പരിശുദ്ധാത്മാവിനാലും പിന്നെ പുനർജനന സ്നാനത്താലുമാണ് നാം എന്ത് ചെയ്തിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ വായിക്കും. ഇതൊരു ഒരു രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് നടക്കുന്ന കാര്യമാണ്. ഇതേ കാര്യത്തെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ 12-ന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം എന്താ ക്രിസ്തുവിനോട് ചേർന്നവരായിട്ട് തീരുകയാണ് അല്ലെ. നാം ക്രിസ്തുവിന്റെ വകയായിട്ട് തിരികെയാണ്. കൊലോസ്യർ 2:12 സ്നാനത്തിൽ നാം എന്ത് ചെയ്തു? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ്. അപ്പോ അത് നാം തിരിച്ചറിയുക. മറ്റനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ട്. ദൈവത്തിൽ വസിക്കുക, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവനിൽ വസിക്കുക എന്ന് നാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 15-11 ഞാൻ അവനിലും നിങ്ങൾ എന്നിലും, അങ്ങനെ സ്നേഹത്തിൽ ഏകീഭവിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള ഒരു യൂണിയനിലേക്ക് അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്ക്, ഒരു ഐക്യത്തിലേക്ക് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ന്റെ 3-ാം വാക്യത്തിൽ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. സോ ഇതാണ് ബാപ്റ്റിസം ഇൻ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം. നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഓക്കെ, കൊലോസ്യ ലേഖനം 3-ന്റെ 3 വി ആർ ഹിഡൻ വിത്ത് ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ജീവൻ അവൻ നമ്മുടെ ജീവൻ. അപ്പൊ നമ്മുടെ വായിക്കുന്നുണ്ട്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യ ലേഖനം 3-ന്റെ 4-ാമത്തെ വാക്യം. അപ്പോ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ലൈഫ് അല്ല. തേർഡ് പാർട്ടി ലൈഫ് അല്ല. നിത്യജീവൻ എന്ന് പറയുന്നത് സാധാരണ ജീവനല്ല. നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്. ക്രിസ്തുവിന്റെ ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവനാണ് വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിത്യജീവന്റെ പങ്കാളിയായിട്ട് നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, നാം നാം ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ പോലും അവനോടുകൂടെ ആയിരിക്കുന്നത് നിലനിൽക്കുന്ന ജീവൻ, ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ഇത് പുതിയ നിയമത്തിലൊരു ഇതൊന്നുമല്ല. പഴയ നിയമത്തിലും ഇസ്രായേൽ മക്കളോട് കർത്താവ് പറയുന്നുണ്ട്, ഇതാ മരണവും ജീവനും നിന്റെ മുമ്പാകെ, നിങ്ങളുടെ മുമ്പാകെ വച്ചിരിക്കുന്നു, ഇസ്രായേലെ കേൾക്ക എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ചൂസ് ലൈഫ്, ജീവൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിവിടെ പറയുന്നു. ഇത് പുതിയ നിയമത്തിന്റെ ഒരു ഉപദേശമുണ്ട്. അപ്പൊ ജീവൻ ഇനി ഏദൻ തോട്ടത്തിൽ ചെല്ലുക. എന്താ അവരുടെ മുമ്പാകെ ഉള്ളത്? മരണവും ജീവനും അവരുടെ മുമ്പാകെ വെച്ചിരിക്കുകയാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ജീവന്റെ വൃക്ഷവും അവിടെ ഉണ്ട്. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്നേക്കും ജീവിച്ചിരിക്കും. മരണവും ജീവനും ഏദൻ തോട്ടത്തിലും അവരുടെ മുമ്പാകെ ഓഫർ ചെയ്തു. ചൂസ് ലൈഫ്. ഇതാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അവർ നിർഭാഗ്യവശാൽ ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വമാർ തിരഞ്ഞെടുത്തത് ജീവനായിരുന്നില്ല. പിന്നെയോ തിന്നുന്ന നാളിൽ നീ മരിക്കും, നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം. മരണമായിരുന്നു അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് മരണത്തിന് വിധേയരായിട്ട് തീർന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ക്രിസ്തുവിനോട് നാം ചേരുന്ന സ്നാനത്തിന് പങ്കാളിയായിട്ട് തീർന്നിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ മരണത്തിൽ എന്ത് ചെയ്യാൻ നാം പങ്കാളികളായിട്ട് തീർന്നു. 6-ന്റെ 3-ാമത്തെ വാക്യത്തിൽ യു വെയർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ജീസസ് ഡെത്ത്. അവന്റെ മരണത്തോട് പങ്കാളിയായ സ്നാനത്താൽ, 4-ാമത്തെ വാക്യത്തിൽ അല്ലെ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തുവിന്റെ മരണത്തിൽ നാം അവനോടുകൂടെ മരിച്ചു. അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ നാം സ്നാനമേറ്റിരിക്കുകയാണ്. വീണ്ടും നമ്മൾ അതിന്റെ 5-ാം വാക്യത്തിൽ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ മരണം എന്റെ മരണമായിട്ട് എങ്ങനെ തീർന്നു? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും അവനോടുകൂടെ മരിച്ചു. അത് ആവർത്തിക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. ക്രിസ്തു വീണ്ടും വീണ്ടും ക്രൂശിക്കപ്പെടുന്ന ആളല്ല. നാം പിന്നീട് അത് വരുന്നുണ്ട്. പണ്ടൊരാൾ ഇസ്രായേലില് യേശു കർത്താവ് സഞ്ചരിച്ച ആ രാജ്യങ്ങളൊക്കെ കാണുവാനായിട്ട് കടന്നു പോയപ്പോൾ, അപ്പോ ടൂറിന്റെ ഗൈഡ് അവരോട് ചോദിച്ചു, ഇതാ യേശു കർത്താവിന്റെ പാദങ്ങൾ
സഞ്ചരിച്ച പാതയിലൂടെ പോവുകയാണ്. അങ്ങനെ ക്രൂശ് എന്നതിന്റെ ഗോൽഗോഥയുടെ സമീപത്തെത്തിയപ്പോൾ ഇതാ, നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേർന്ന്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പൊ വിശ്വാസിയായ ഒരു ദൈവദാസൻ പറഞ്ഞു, 2000 വർഷത്തിന് മുമ്പേ ഞാനിവിടെ വന്നിട്ടുണ്ട്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച സമയത്ത് ഞാനും അവനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഒരുപക്ഷെ തമാശയായിട്ട് തോന്നിയിരിക്കുക, പക്ഷെ അദ്ദേഹം പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഒരുപക്ഷെ 2020-2021 കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ മരണം 2000 വർഷത്തിന് മുമ്പേ നടക്കുന്നത് എങ്ങനെ എന്റെ മരണമായിട്ട് തീരും? അപ്പൊ ക്രിസ്തുവിന്റെ മരണത്തിൽ നാം പങ്കാളികളായിട്ട് തീർന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ നമുക്ക് ആ ഒരു പദവിയിലേക്ക് വരികയാണ്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ 8ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും. അപ്പൊ അങ്ങനെ മൂന്നാമതായിട്ട് ക്രിസ്തുവിന്റെ മരണത്തിൽ നാമും ഏകീഭവിക്കുകയാണ്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്, അടക്കപ്പെടുകയാണ്. യു വെർ ബറീഡ് വിത്ത് ജീസസ്. 4ാമത്തെ വാക്യത്തിൽ അവനോടുകൂടെ നിങ്ങൾ കുഴിച്ചിടപ്പെട്ടു. അവർ ഓൾഡ് ലൈഫ് വാസ് ബറീഡ്. കൊലോസ്യലേഖനം 2:12 സ്നാനത്തിൽ നാം അവനോടുകൂടെ അടക്കപ്പെട്ടു നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിന്റെ അടക്കപ്പെടലിന് അതിനോടും നാം ഏകീഭവിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, 5ാമതായിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യു ആർ റിസറക്റ്റഡ് വിത്ത് ജീസസ്. യേശു കർത്താവിനോട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. 2:4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ നോക്കണേ, യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിനും നാം അതിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കപ്പെട്ടിരിക്കുകയാണ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. തീർന്നില്ല. 6ാമതായിട്ട് യു വെർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. 6ാമത്തെ വാക്ക്, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങൾ അറിയണം. ഈ ക്രൂശിക്കപ്പെടുക എന്നുള്ളത് അനേക ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗലാത്യ ലേഖനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ക്രൂശിക്കപ്പെടുക. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കേണ്ടതാകും. അങ്ങനെ അനുഗമിക്കാത്തവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല എന്ന് പറയുന്നു. എന്താ ക്രൂശ് എടുക്കുക? ക്രൂശിക്കപ്പെടുക. ഇത് ഏതൊരു ദൈവവേദനയുടെയും ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഗലാത്യ ലേഖനം 2:20 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യ ലേഖനം 2:20. ഗലാത്യ ലേഖനം 5:24 ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആ ക്രൂശിന്റെ അനുഭവം ജഡത്തെ മരിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുക എന്നുള്ള നിലയിൽ 5:24 നമ്മൾ വായിക്കുന്നു. 6:14 വാക്യത്തിൽ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് അത് നമ്മുടേതായിട്ട് പരിഗണിച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ ആവശ്യം ഉണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 6ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്താ? നമ്മുടെ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ യേശു കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പഴയ മനുഷ്യൻ, പഴയ അധികാരം, പഴയ സെൽഫ്, പഴയ പ്രകൃതം, പാപപ്രകൃതം, അത് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ അതിന്റെ ലക്ഷ്യം? അല്ലെങ്കിൽ അതിന്റെ സാധ്യത എന്താണ്? എന്താ? പാപ ശരീരത്തിന് നീക്കം വരേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്തയിൽ ഉള്ള ആ പാപത്തിന്റെ മേൽക്കോയ്മയുണ്ടല്ലോ, അതിന് നീക്കം വരേണ്ടത്. അങ്ങനെ മരിച്ചവൻ, അതിന്റെ 7ാമത്തെ വാക്യത്തിൽ 6:7 അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ആ നിലയില് ക്രൂശിക്കപ്പെടുന്നതിലൂടെ, തന്നെത്താൻ ത്യജിക്കുന്നതിലൂടെ, നമ്മുടെ സെൽഫ് കർത്താവിൽ സമർപ്പിക്കുന്നതിലൂടെ, ക്രിസ്തുവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതിലൂടെ ആ ക്രൂശീകരണത്തിന്റെ അനുഭവം
നമ്മുടേതായിട്ട് മാറുകയാണ്. ഇനി ഇത് പറയുമ്പോൾ ഇത് മരിക്കണ്ടയോ, ക്രൂശിക്കണ്ടയോ? ക്രൂശിക്കപ്പെടാതെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 10 മുതൽ 16 വരെ പാപത്തിന്റെ പ്രകൃതത്തെക്കുറിച്ച്, പാപത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും അതൊന്ന് പറയാതിരിക്കുവാൻ നിവർത്തിയില്ല. റോമാലേഖനം 3-ാം അധ്യായത്തില് പാപത്തിന്റെ വ്യാപകത്വം അല്ലെങ്കിൽ അതിന്റെ വലിയ സത്ത, വ്യാപനം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവരില്ല, ദൈവത്തെ അന്വേഷിക്കുന്നില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പാപത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ പിന്നെ അവർ നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമുണ്ട്, വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, പിന്നെ അവരുടെ വഴികളിൽ സമാധാന മാർഗമില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. നോക്കണേ, തൊണ്ട, അധരം, പിന്നെ അവരുടെ നാവ്, പിന്നെ അവരുടെ കാല്, അവരുടെ കണ്ണ്, അവരുടെ വഴികൾ, ഇതെല്ലാം മലീമസമാണ്. ഇതാണ് ശരിക്കും നമ്മുടെ അവസ്ഥ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥ ഇതാണ്. ഇത് പാപത്തിന്റെ സത്ത മനുഷ്യനിൽ അവനെ പിടിച്ചടക്കി അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ ഓൾഡ് സെൽഫ്, പഴയ മനുഷ്യൻ എന്ന് പറയും. ഈ സെൽഫ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രോപോസ് എന്നുള്ള വാക്ക് തന്നെ, അത് പഴയ മനുഷ്യൻ എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു പ്രകൃതമാണ് ഈ ആന്ത്രോപോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ, ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. അതായിരുന്നു എന്താ? മേൽക്കോയ്മ, അധികാരം. ആ പ്രകൃതം അല്ലെങ്കിൽ ആ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ അവനെ സർവീസിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്, അവനെ തോൽപ്പിച്ചിരിക്കുകയാണ്, അവനെ നീക്കം ചെയ്ത് പഴയ മനുഷ്യൻ ചാർജിൽ നിന്ന് അവനെ മാറ്റിയിരിക്കുകയാണ്. ഇനി വാതിൽ തുറന്നു കൊടുക്കാൻ ആരില്ല, പഴയ മനുഷ്യൻ അവിടെ ചാർജില് വരികയില്ല. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ പലപ്പോഴും വാതിൽ തുറക്കപ്പെടുന്നത് ഈ പുതിയ മനുഷ്യന് ബലഹീനനാകുന്നതുകൊണ്ട്, അവൻ ശക്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ നിലയിൽ ഒരു വിടുതൽ നമുക്ക് ലഭിച്ചു. 7-ാമതായിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. യു വെയർ ഫ്രീഡ് ഫ്രം സിൻ. ഫ്രീഡ്, ഇവിടെ നമ്മൾ അതിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതുപോലെ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ യു ആർ ഫ്രീഡ് ഫ്രം സിൻ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഫോർ ഹി ഹു ഹാസ് ഡൈഡ് ഈസ് ഫ്രീഡ് ഫ്രം സിൻ. ഫ്രീഡ്, മോചനം എന്നുള്ളത് പാപമോചനം എന്നുള്ള, അല്ലെങ്കിൽ പാപത്തിന്റെ കഴുകലോ നീക്കം ചെയ്യലോ എന്നുള്ള അർത്ഥമല്ല. ഫ്രീഡ് ഫ്രം സിൻ, അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ നിലയിൽ വിശ്വാസികൾ ഈ കാര്യങ്ങൾ സംഭവിച്ചു. എപ്പോൾ സംഭവിച്ചു? അവൻ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ. ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ല, എല്ലാവരും ഒരേ അളവിലാണ്. സമൂലമായിട്ടുള്ളൊരു പരിവർത്തനത്തിന് അവന് വിധേയമാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നാം ചിന്തിക്കുമ്പോൾ ഇത് നമ്മൾ അറിയണം, ഇത് നമ്മൾ എണ്ണണം, ഇത് നമ്മൾ ഗ്രഹിക്കണം. പലപ്പോഴും ഈ തിരിച്ചറിവ് നമ്മിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. നാഗൽ സാഹിബിന്റെ ഒരു പാട്ട് നമുക്ക് അറിയാം. എന്റെ രക്ഷക, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ, എന്നുള്ളതിന് സന്തോഷത്തെ എന്ന് ഞാൻ കീർത്തിച്ചിടട്ടെ. അതിനകത്ത് ഒരു ചരണമുണ്ട്. വൻ ക്രിയ എന്നിൽ നടന്നു, കർത്തൻ എൻ്റെ, ഞാൻ അവന്റെ, താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നു, സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഈ ഒരു ചരണം വളരെ അർത്ഥവത്താണ്. വൻ ക്രിയ എന്നിൽ നടന്നു, ഒരു വലിയ ഒരു ട്രാൻസ്ഫർമേഷൻ എന്നിൽ നടന്നു. എപ്പോഴാ? രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ വൻ ക്രിയ എന്നിൽ നടന്നു. എന്താ ക്രിയ? കർത്തൻ എൻ്റെ, ഞാൻ അവന്റെ. ഞാൻ ക്രിസ്തുവിലായി തീർന്നിരിക്കുകയാണ്. ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ എന്നെ ആക്കിയിരിക്കുകയാണ്. അതിന് എൻ്റെ എന്തെങ്കിലും കർമ്മങ്ങളൊന്നും മുഖാന്തരമായിരിക്കുന്നില്ല. പാട്ടുകാരൻ പറയുന്നത് എങ്ങനെയാ? താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നു, സ്വീകരിച്ചു
തൻ ശബ്ദത്തെ. ഇതേ ചെയ്തുള്ളൂ. വിശ്വാസത്താൽ പ്രതികരിച്ചു. ആ ഒറ്റ കാരണം കൊണ്ട് ആ ഒറ്റ നിമിഷത്തിൽ വൻക്രിയ എന്നിൽ നടന്നു. നോക്കണേ, വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വലിയ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ സമൂലമായിട്ടുള്ള പരിവർത്തനം, ഇത് പുറമേ ഉള്ള പരിവർത്തനമല്ല, ഈ പുറമേ ഉള്ള വ്യതിയാനങ്ങളല്ല. ഈ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, മൂത്ത മാനസാന്തരം 3 ദിവസം അല്ലെങ്കിൽ 3 മാസം എന്നൊക്കെ പറയാറുണ്ട്. ഇത് അങ്ങനെയുള്ള ഒരു തീരുമാനമല്ല. ലോകത്തിൽ അനേകർ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അവർ ഒരുപക്ഷെ ജീവിതകാലമൊക്കെ പരിപാലിച്ചു കൊണ്ട് പോകുന്ന തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇത് എന്ന് പറയുന്നത് പുറമേയുള്ള തീരുമാനമല്ല, പിന്നെയോ അകമേ നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു ഡൈനാമിക് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. ഇത് നമ്മൾ പലപ്പോഴും പുറമേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ നിറവും പഴയ ലക്ഷണങ്ങളൊക്കെയാണ് മുഖത്തും ഒക്കെ കാണുന്നത്. പക്ഷെ അകത്ത് വ്യക്തിത്വത്തിൽ സംഭവിച്ച ഒരു വലിയ ക്രിയ, ഇത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് റോമിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 5 അധ്യായങ്ങളും ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശുദ്ധീകരണത്തിന്റെ ആദ്യ പാഠം പഠിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പാകെ വയ്ക്കുന്ന ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, യു ഷുഡ് നോ, നിങ്ങളിത് അറിയണം. എന്താ അറിയേണ്ടത്? നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നവരാണ്. നിങ്ങൾ പാപത്തിന്റെ മേൽക്കോയ്മയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരാണ്. നിങ്ങളുടെ പഴയ മനുഷ്യൻ എന്ന് പറയുന്ന ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. ചെങ്കടൽ കടന്നവരാണ്. ഫറവോനും സൈന്യത്തിനും ഇനി നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല. ആരാണ് ഫറവോനെയും സൈന്യത്തെയും തോൽപ്പിച്ചത്? യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത വലിയ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വൈരിയായ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഇനി നിങ്ങൾ ഇഷ്ടിക ഉണ്ടാക്കി ആർക്ക് കൊടുക്കണ്ട? ഫറവോന് കൊടുക്കണ്ട. ഇനി ഫറവോന്റെ കിങ്കരന്മാരാൽ നിങ്ങൾ നയിക്കപ്പെടേണ്ട. അങ്ങനെയുള്ള അടിമ വേലക്കാരെ നയിക്കുന്ന മേൽക്കോയ്മയുള്ള ഉദ്യോഗസ്ഥരുടെ ചാട്ടവാറടി ഇനി നിങ്ങൾ ഏൽക്കണ്ട. നിങ്ങൾ ചെങ്കടൽ കടന്നിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം ഇതാണ്. ഇനി മിസ്രൈമിനോട് അവന് യാതൊരു സംബന്ധവുമില്ല. അവിടുത്തെ ഭരണത്തോട്, അവിടുത്തെ അധികാരത്തോട് അവന് യാതൊരു സംബന്ധവുമില്ല. അവൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചെങ്കടൽ കരയിൽ മിരിയാം തപ്പെടുത്ത് പാടി ദൈവത്തെ സ്തുതിച്ചത്. ജനമം ഒന്നടങ്കം ഗാനമായിട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് തിരിച്ചറിയുക. നിങ്ങൾ അറിയുക. ഇത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കട്ടെ. ഇത് നാം അറിയേണ്ട ഒരു വലിയ സത്യമാണ്. രണ്ടാമതായിട്ട് അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുകയാണ്. യുവർ സ്പിരിച്വൽ ബയോഗ്രഫി, നിങ്ങളുടെ ആത്മീക ചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. വ്യാഖ്യാനിക്കുമ്പോഴും ചിലപ്പോൾ തെറ്റ് സംഭവിക്കും. പക്ഷെ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി 3 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന നാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ, ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ. ഈ 3 വാക്കുകൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലവും ആശയവും മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കൂ. 8 മുതലുള്ള വാക്യങ്ങൾ. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ, നാം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ഉൾപ്പെടുത്തിയാണ്. അതിനകത്ത് ആരെയെങ്കിലും മാറ്റി നിർത്തിയില്ല. പൗലോസ് താൻ മാത്രമായിട്ടോ അല്ലെങ്കിൽ റോമിലെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ആരെങ്കിലും ഒഴിവാക്കിയോ അല്ലെങ്കിൽ മെച്ചുറായിട്ടുള്ള ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിയല്ലോ. നാം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരോടുള്ള ബന്ധത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു നാം. വീണ്ടും അടുത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു അല്ലെ,
ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ. ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നുള്ള പ്രയോഗം ഇവിടെ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചാണ് എന്നുള്ള കാര്യം ഓർത്തോളൂ. ക്രിസ്തുവിനെ കുറിച്ചാണ് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. ഏതാ? യേശു കർത്താവിന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. ആ ഭാഗത്തിലേക്ക് വരാം. എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. അപ്പൊ ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ള ഒരു മരണത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അത് അവന്റെ മരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശു കർത്താവിന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അവണ്ണം നിങ്ങളും എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളെ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങളും. ഇവിടെയാണ് റോമാലേഖനത്തിലെ ഒന്നാമത്തെ പ്രബോധനം. ഇതുവരെ ഒരു ഭാഗത്ത് ഒരു പ്രബോധനം, നിങ്ങൾ ഇന്നത് ചെയ്യുവീൻ, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം നൽകിയിട്ടില്ല. റോമാലേഖനത്തിലെ ഒന്നാമത്തെ പ്രബോധനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ്. ഈ കഴിഞ്ഞ 5.5 അധ്യായങ്ങളുടെ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് ഒന്നാമത്തെ പ്രബോധനം റോമിലെ വിശ്വാസികൾക്ക് ഇവിടെ നൽകുന്നത്. അവണ്ണം നിങ്ങളും പാപം സംബന്ധപരായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണും. 4 പ്രധാനപ്പെട്ട വാക്യങ്ങൾ, 4 പ്രധാനപ്പെട്ട സത്യം. 8, 9, 10, 11. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ. നാലാമത്തെ കാര്യം, നിങ്ങൾ എണ്ണേണ്ട കാര്യം. 4 വാക്യം, 4 സത്യങ്ങൾ. നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുതകൾ, നിങ്ങൾ കണക്കിടേണ്ട എണ്ണേണ്ട കാര്യങ്ങൾ. 4 കാര്യം. ശ്രദ്ധിച്ചോളൂ. വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മുടെ നാം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ 8-ാമത്തെ വാക്യം. എന്താ 8-ാമത്തെ വാക്യം? നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ഓക്കെ, വാട്ട് വി മസ്റ്റ് ബിലീവ്. നാം എന്ത് വിശ്വസിക്കണം? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. 2 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവനോടുകൂടെ ജീവിക്കുന്നവർ എന്ന്, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ജീവിക്കുന്നവർ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വി ഹാവ് ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഒന്ന്, വി ഷാൽ ഓൾസോ ലീവ് വിത്ത് ഹിം. അവനോടൊപ്പം നാം ജീവിക്കുന്നവർ. ഇതാണ് നാം വിശ്വസിക്കേണ്ടത്. ഇത് വിശ്വസിക്കുന്നുവോ പ്രിയമുള്ളവരെ? ഇത് വിശ്വസിക്കാതെ മുന്നോട്ട് നീങ്ങുവാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ സംഭവിക്കുന്ന ഈ വസ്തുതകൾ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ക്രിസ്തുവിൽ നാം എന്ത് ചെയ്തു? വി ഹാവ് ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ചു. ഇത് ശാരീരിക മരണമല്ല, ഇത് ആത്മീയ മരണവുമല്ല. പിന്നെ എന്താ? ഇറ്റ്സ് എ സ്പിരിച്വൽ, ആത്മീകമായിട്ടുള്ള, ആത്മാവിന്റെ മരണം. അതിക്രമങ്ങളാലും പാവങ്ങളാലും അല്ലെങ്കിൽ ആത്മാവിന്റെ മരണമല്ല ഉദ്ദേശിച്ചത്, ആത്മീകമായി. ഇറ്റ്സ് എ സ്പിരിച്വൽ ഡെത്ത്. ഓക്കെ, ഡൈ ടു അവർ ഓൾഡ് വേ ഓഫ് ലൈഫ്. നമ്മുടെ പഴയ ജീവിത വഴികളോടുള്ള ബന്ധത്തിലുള്ള ഒരു മരണമാണ്. ഓക്കെ, ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ദിസ് ഡെത്ത്, ദി ഡെത്ത് വി ഡൈഡ് ഈസ് എ പാസ്റ്റ് ഡെത്ത്. ഇത് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു മരണമാണ്, നാം സംഭവിച്ചു കഴിഞ്ഞതാണ്. മാത്രമല്ല, ഈ മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡെത്ത്. ഇച്ചിരിയൊക്കെ വച്ചിട്ടുണ്ട് പഴയത്, ഞാൻ പകുതി മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ പകുതി മരിച്ചു, 1/4 മരിച്ചു, അല്ലെങ്കിൽ 90% മരിച്ചു, 5% മരിച്ചു, ഇച്ചിരി ഞാൻ വച്ചിട്ടുണ്ട് മിച്ചം. ഇല്ല, ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡെത്ത്. രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ അവനിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് എ ഷെയർഡ് ഡെത്ത്. ഇത് ക്രിസ്തുവിനോടുള്ള മരണത്തിൽ പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു പങ്കാളിത്ത മരണമാണ്. ക്രിസ്തുവിൽ അവനോടുകൂടെ മരിക്കുകയാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിടുതൽ നൽകുന്ന മരണം, പാപത്തിന്റെ അധികാരത്തിൽ നിന്നുള്ള വിടുതൽ നൽകുന്ന ഒരു മരണമാണ്. അപ്പൊ അത് നാം വിശ്വസിക്കണം. രണ്ടാമത്, നാം എന്താ? വി ഷാൽ ഓൾസോ ലീവ് വിത്ത് ഹിം. നാം അവനോടൊപ്പം ജീവിക്കുന്നവരാണ്. ഇതൊരു പുതിയ ജീവിതമാണ്, പുതിയ ജീവനാണ്. അല്ലെ, ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു നമ്മൾ വായിക്കുന്നു. ന്യൂ ലൈഫ്.
ഈ പുതിയ ജീവിതം എന്ന് പറയുന്നത് റിഫോം ചെയ്ത് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നും. പരിവർത്തനം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. റിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ ഇങ്ങനെ കുറേശ്ശെ ഇല്ല. ഈ ജീവൻ അല്ലെങ്കിൽ ഈ പുതുജീവൻ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ജീവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈൻ ലൈഫ്. ഇത് ദൈവത്തിന്റെ ജീവനാണ്. ദൈവത്തിന്റെ ജീവനാണ് നമ്മിൽ പകർന്നിട്ട്. ഇറ്റ്സ് എ ന്യൂ ലൈഫ്. ഇതൊരു പുതിയ ജീവനാണ്. ഇത് ധാരാളമായിട്ടുള്ള ഒരു ജീവനാണ്. ഇറ്റ്സ് ആൻ അബണ്ടന്റ് ലൈഫ്. മാത്രമല്ല ഇത് വളരെ വിജയകരമായിട്ടുള്ള ഒരു ജീവനാണ്. എല്ലാത്തിനെയും അതിജീവിക്കുന്ന, പൂർണ്ണജയം ലഭിക്കുന്ന, നാം റോമാലേഖനം 8-ാമത്തെ അവസാന വാക്യത്തിൽ വായിക്കും, പൂർണ്ണജയം ലഭിക്കുന്ന ഒരു ജീവനാണ് ക്രിസ്തുവിനുള്ള ജീവൻ എന്ന് പറയുന്നത്, ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ജീവൻ എന്ന് പറയുന്നത് ഇച്ചിരി കഴിഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ആരും ശങ്കിക്കണം. ഇറ്റ്സ് എ പെർമനന്റ് ലൈഫ്. ക്രിസ്തുവിനുള്ള വിശ്വാസിയുടെ ജീവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ജീവനാണ്, അത് പുതിയ ജീവനാണ്, അത് ധാരാളമായിട്ടുള്ള ജീവനാണ്, അത് വിജയമുള്ള ജീവനാണ്. മാത്രമല്ല അത് സ്ഥിരമായ ജീവനാണ്. അത് നാം വിശ്വസിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്, വി മസ്റ്റ് ബിലീവ്. രണ്ടാമത്തെ കാര്യം അതിന്റെ 9-ാമത്തെ വാക്യം, നാം അറിയേണ്ട കാര്യം എന്താ? നാം അറിയേണ്ട 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന്റെ അവന് മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി എന്ത് ചെയ്യില്ല? വീണ്ടും ക്രിസ്തു എന്ത് ചെയ്യില്ല? മരിക്കില്ല. ഇത് നിങ്ങൾ അറിയണമെന്നാണ് ഇവിടെ പറഞ്ഞത്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. യേശു കർത്താവ് ഇനി മരിക്കുമോ? എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരെന്ന് നമ്മൾ കാണുന്നു അല്ലേ? കർത്താവ് വീണ്ടും എന്ത് ചെയ്യില്ല, ഇത് പഴയ പ്രോസസ്സിലേക്ക് വീണ്ടും പോവുകയില്ല. ഇനി കർത്താവ് ജഡാവതാരം ചെയ്ത് വരികയോ ഇനി വീണ്ടും പാപത്തിന് വേണ്ടിയിട്ട് ഒരു മരണമോ ഒരടക്കമോ പുനരുത്ഥാനമോ ഇനിയില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ അറിയണമെന്ന് പറയുമ്പോൾ, ഇത് നിങ്ങൾ അറിയുമ്പോൾ എന്തുകൂടെ അറിയണം? ക്രിസ്തു മരിച്ചു പുനരുത്ഥാനം ചെയ്തു എങ്കിൽ ഇനി വീണ്ടും എന്തില്ല? വീണ്ടും മരിക്കുന്ന ഒരു പ്രകൃതി. അപ്പൊ വിശ്വാസിയുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം രക്ഷിക്കപ്പെടും? രക്ഷിക്കപ്പെടുന്ന ഒരു പ്രാവശ്യമല്ല, രക്ഷിക്കപ്പെടുന്ന ഒറ്റ പ്രാവശ്യമല്ല. കൂടെയുള്ള രക്ഷിക്കപ്പെടലില്ല, കൂടെയുള്ള വീണ്ടും ഉള്ള ജനനം ഇല്ല അല്ലെ? വീണ്ടും ഉള്ള ജനനമില്ല, വീണ്ടും ജനനമേ ഉള്ളൂ. അത് ഒരിക്കലായിട്ട് വിശ്വാസി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് അവൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു, അവൻ മരിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇനി എന്ത് ചെയ്യില്ല? അടുത്ത രണ്ടാമതൊരു മരണം അവന് ആ ബന്ധത്തിൽ പാപസംബന്ധിയായിട്ടുള്ള വീണ്ടും ഒരു മരണമില്ല. അത് ഒരിക്കൽ സംഭവിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾ അറിയണം. ഓക്കെ, അവൻ വീണ്ടും ഇനി ക്രൂശിലേക്ക് പോവുകയോ വീണ്ടും ഇനി ശവക്കുഴിയിലേക്ക് പോവുകയോ ഇല്ല യേശു കർത്താവ്. ഓക്കെ, അവൻ ക്രൂശിൽ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് പാപത്തിന്മേലുള്ള ക്രോധം മുഴുവൻ അവൻ ഏറ്റെടുത്തു. പാപത്തിന്റെ ആ വലിയ മറുവില അവൻ കൊടുത്തു. പാപത്തിന്റെ വലിയ ശിക്ഷ അവൻ ഏറ്റെടുത്തു, തന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തു. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഇനി വീണ്ടും മരിക്കുകയില്ല. ഓക്കെ, മരിച്ചുയർത്ത ക്രിസ്തു വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയില്ല. ജീസസ് കനോട്ട് റിട്ടേൺ ബാക്ക് ടു ഹിസ് ഫോർമർ സ്റ്റേറ്റ് ഓഫ് ഡെത്ത്. വീണ്ടും പഴയ മരണത്തിലേക്ക് യേശു കർത്താവ് പോവുകയില്ല. ഇതാണ് ഇവിടുത്തെ ആശയം. അത് നിങ്ങൾ അറിയണം. എന്താ അറിഞ്ഞതുകൊണ്ട് എന്താ? വി കനോട്ട് ഗോ ബാക്ക് ടു അവർ ഫോർമൽ ലൈഫ് ഓഫ് സിൻ. നാം ഒരിക്കൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, പാപസംബന്ധമായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ജീവന്റെ പുതുക്കത്തിൽ നാം ഉയർത്തെഴുന്നേറ്റു. നടക്കേണ്ടതിന് അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ എന്താ? വീണ്ടും പാപത്തിന്റെ ബന്ധനത്തിലും അടിമത്തത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല? പോകയില്ല. ഇതാണ് ഇവിടെ നിന്ന് പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത്. യേശു കർത്താവ് ക്രൂശിൽ നിവർത്തീകരിച്ചത് പൂർത്തിയാക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 30-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് നിവർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്.
ഒരിക്കൽ എന്നേക്കുമായിട്ട് അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നാം അറിയണം. അതിന്റെ അർത്ഥം അറിഞ്ഞതുകൊണ്ട് നമ്മിൽ സംഭവിക്കേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ അടിമത്തത്തിലേക്ക് പോകാനായിട്ടൊരു സ്കോപ്പില്ല. അതൊരിക്കൽ എന്നേക്കുമായിട്ട് സംഭവിച്ചു കഴിഞ്ഞതാണ്. 10ാമത്തെ വാക്യത്തിൽ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നാം തിരിച്ചറിവ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് 10ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പൊ നാം വിശ്വസിക്കേണ്ട കാര്യം, നാം അറിയേണ്ട കാര്യം 9ാമത്തെ വാക്യം. ഈ വിശ്വാസത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ് ഇതിന്റെ 10ാമത്തെ വാക്യം. അവൻ മരിച്ചത് പാപ സംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. അവൻ മരിച്ചത് പാപ സംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. ഒരിക്കലായിട്ടുള്ള ഒരു മരണം. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്? രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. ഇനി ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കും. അതാണ് 11ാമത്തെ വാക്യത്തിലെ വിഷയവും അത് തന്നെയാണ്. ഇത് നാം മനസ്സിലാക്കണം. വീണ്ടും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് അവകാശം ഇല്ല. അങ്ങനെ വീണ്ടും പോയി വീണ്ടും മടങ്ങി വന്ന് വീണ്ടും പോയി അങ്ങനെ ഒരു ജീവിതമല്ല രക്ഷിക്കപ്പെട്ട രക്ഷയുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ നിലയില് നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ എന്നേക്കുമായിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ ചെയ്തു തീർത്തു. വൺസ് ഫോർ ഓൾ. എബ്രായ ലേഖനം ആ വിഷയം തീർത്ത് പ്രഖ്യാപിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. വൺസ് ഫോർ ഓൾ, ഒരിക്കൽ എന്നേക്കുമായി. എബ്രായ ലേഖനം 7:26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഒരിക്കൽ എന്നേക്കുമായിട്ട്, അല്ലെ, വൺസ് ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ അവൻ മരിച്ചു. എബ്രായ ലേഖനം 9:10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ 12ാമത്തെ വാക്യത്തിൽ നിത്യരക്ഷ നമുക്ക് അവൻ ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. 9-ാം അധ്യായം 27-ാം വാക്യം. ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ള ഒരു ശരീരയാഗം അവൻ നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു. നാം മനസ്സിലാക്കേണ്ട വസ്തുത. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 11ാമത്തെ വാക്യം, 4ാമത്തെ വിഷയം. നിങ്ങൾ എണ്ണുക. എന്താ എണ്ണുക എന്ന് പറഞ്ഞാൽ ഇത് കണക്കിടുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് വരുന്നത്. നിങ്ങൾ കൺസിഡർ യുവർ സെൽഫ്. വാട്ട് വി മസ്റ്റ് കൺസിഡർ. 11ാമത്തെ വാക്യത്തിൽ വാട്ട് വി മസ്റ്റ് റെക്കൺ, എണ്ണുക, നാം എണ്ണേണ്ട കാര്യം. അവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു പ്രബോധനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യു റെക്കൺ യുവർ സെൽഫ്, യു കൗണ്ട് യുവർ സെൽഫ്. നിങ്ങൾ അങ്ങനെ ഒരു എണ്ണൽ, നിങ്ങൾ വിശ്വസിച്ച കാര്യം, നിങ്ങൾ അറിഞ്ഞ കാര്യം, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം, നിങ്ങൾ എണ്ണുവിൻ. അങ്ങനെ നിങ്ങളെ തന്നെ പരിഗണിക്കുവിൻ. എന്താ പരിഗണിക്കേണ്ടത്? 3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. 1, ഡെഡ് ടു സിൻ, പാപസംബന്ധമായിട്ട് മരിച്ചവർ എന്ന് നിങ്ങൾ എണ്ണുവിൻ. അത് സംഭവിച്ച കാര്യമാണ്. അത് നിങ്ങൾ വിശ്വസിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അത് നിങ്ങൾ അങ്ങനെയാണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിഗണിക്കുവേൻ. ഈ പരിഗണിക്കാതെ അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അടുത്ത 13 വാക്യങ്ങളിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വീണ്ടും കൽപ്പനകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇത് നമ്മെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യമായി എന്ന് പരിഗണിക്കാതെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വളരെ പ്രധാനമായിട്ട് ഈ 11ാം വാക്യം ഇരിക്കുന്നത്. പാപസംബന്ധമായിട്ട് നിങ്ങൾ മരിച്ചു. നിങ്ങൾ പാപത്തിൽ മരിച്ചവരായിരുന്നു, ശരിയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും, ഡെഡ് ഇൻ സിൻ, അതായിരുന്നു നമ്മുടെ പഴയ ചരിത്രം. എന്നാൽ പാപസംബന്ധമായിട്ട് അതിന്റെ മേൽക്കോയ്മയിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. 2ാമത്തെ കാര്യം, നിങ്ങൾ എണ്ണേണ്ട കാര്യം, ലിവ് ടു ഗോഡ്. നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവരാണ്. പൗലോസ് പറയുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവാണ് എന്റെ ലക്ഷ്യം. അത് പിടിക്കുവാനായിട്ടാണ് പൗലോസ് മുന്നോട്ട് പോകുന്നത്. ഫിലിപ്പിലെ 3-ാം അധ്യായത്തിൽ പിന്തുടരുന്ന കാര്യം അതാണ്. ലിവ് ടു ഗോഡ്, ദൈവത്തിന് ജീവിക്കുന്നവരാണ്.
നാം ക്രിസ്തുവിലായിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന്, പാപസംബന്ധമായി മരിച്ചവരെന്ന്, ഇതെങ്ങനെയാ സാധ്യമാകുന്നത്? പാപസംബന്ധമായി മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും എണ്ണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ. നിങ്ങൾ ക്രിസ്തുവിൽ വസിപ്പിൻ, നിങ്ങൾ ക്രിസ്തുവിലായിരിപ്പിൻ. ആ ക്രിസ്തുവിൽ എന്നുള്ള ബന്ധത്തിലല്ലാതെ എന്ത് സാധ്യമല്ല? പാപം സംബന്ധിച്ച മരണം നമുക്ക് യാഥാർത്ഥ്യമാകുകയില്ല. ദൈവത്തിന് ജീവിക്കുന്നവർ എന്നുള്ള കാര്യം പ്രായോഗികമാകുകയുമില്ല. യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നു. അതാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സകലത്തിനും തലയായ അവനിൽ, ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ എന്ന് ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ട്, ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഇൻ യു ആൻഡ് യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ് ഇതെല്ലാം ഉള്ളത്. ആദാമിൽ ഇതുണ്ടോ? ഇല്ല. നാം ആദാമിലായിരുന്നു, എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നാം ക്രിസ്തുവിലായിരിക്കുകയാണ്. ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്നത്. ക്രിസ്തുവിന് പുറത്ത് ഇതൊന്നും ആർക്കും സ്വന്തമല്ല. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ക്രിസ്തുവിന് പുറത്ത് ഇതൊന്നും ആർക്കും സ്വന്തമല്ല. ഇതൊക്കെ നമുക്ക് സ്വന്തമായിരിക്കുന്നത് ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇത് നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ടുള്ള കൽപ്പനകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മുന്നോട്ട് പറയുന്നുണ്ട്, ഡു നോട്ട് ലെറ്റ് സിൻ റെയിൻ ഇൻ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിൽ പാപം ഇനി വാഴരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ പാപത്തിന് വേണ്ടിയിട്ട് ദാസന്മാരായിട്ട് സമർപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വിശുദ്ധീകരണത്തിന്റെ ആദ്യ പാഠം തുടങ്ങുന്നത് ഇവിടെയാണ്. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിച്ച വിഷയം ഇതാണ്. നാം എവിടെ ആയിരിക്കുന്നു? നാം ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് സംഭവിച്ച 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല, ഈ 7 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം വിശ്വസിക്കേണ്ട കാര്യം, പാപസംബന്ധമായിട്ട് നാം മരിച്ചു, നാം ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നാം വിശ്വസിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം. മൂന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നാലാമതായിട്ട് നിങ്ങൾ എണ്ണേണ്ട കാര്യം. ഒരു റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ, ഇത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടുള്ള സകല അധ്യായങ്ങളുടെ ഒരു ആമുഖമായിട്ട് നാം എടുക്കേണ്ടതാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടിന്റെ വരികൾ വീണ്ടും അർത്ഥവത്താണ്. വൻക്രിയ എന്നിൽ നടന്നു. ഇത് റെക്കൺ ചെയ്യുവാൻ, ഇത് അംഗീകരിക്കുവാൻ, ഇത് നമ്മിൽ തന്നെ അത് പ്രതിഷ്ഠിക്കുവാൻ, അതിന് വിട്ടുകൊടുക്കുവാൻ, ഏൽപ്പിക്കുവാൻ വെറും ബൗദ്ധികമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗദ്ധികമായിട്ടുള്ള കാര്യമല്ല. അംഗീകരിക്കുക, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും, ദൈവവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇത് ബൗദ്ധികമല്ല, വിശ്വാസ ബൗദ്ധികമല്ല. അത് നിങ്ങളുടെ സകല സത്തയെയും നിങ്ങളുടെ വ്യക്തിത്വത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരു വിശ്വാസ പ്രഖ്യാപനമാണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എണ്ണുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതും ബൗദ്ധികമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൗദ്ധികമല്ല. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ യാഥാർത്ഥ്യമാണ് എങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങളെ പരിഗണിക്കുവാൻ ആവശ്യമുണ്ട്. നാം പ്രിയമുള്ളവരെ, ഇത് പഠിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്കറിയത്തില്ല, എനിക്കിത് പുതിയ അറിവാണ്. ഞാനിത് പഠിച്ചപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പലപ്പോഴും ഞാനിത് എണ്ണിയിട്ടില്ലല്ലോ, ഞാനിത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഞാൻ പ്രായോഗികമായിട്ട് പല സ്ട്രഗിൾസിലും ഞാൻ ഏർപ്പെടുന്നുണ്ട്. അവയവങ്ങളെ സമർപ്പിക്കാതിരിക്കുവാനോ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ഓടി പറയുവാനോ ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത് എന്നിൽ നടന്ന വൻ ക്രിയയെക്കുറിച്ച്, അതിന്റെ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധീകരണത്തെ നാം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് വരട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ കൂടുതൽ വിചിന്തനത്തിനും പഠനത്തിനുമൊക്കെ ഇടയാകുമാറാകട്ടെ. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.